എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അഭിയും കൊണ്ട് വീട്ടിൽ നിന്ന് പോരുന്ന നവ്യ എന്നും നയനയും ആദർശം പൂവൊക്കെ മേടിക്കുന്ന പൂക്കടയുണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് വണ്ടി കൊണ്ട് നിർത്താൻ പറയുന്നത്. എന്നിട്ട് ഇറങ്ങി വരാൻ പറയുമ്പം അഭിക്ക് മടിയാണ്. എന്നിട്ട് നിർബന്ധിച്ച് നവ്യ വണ്ടിയിൽ നിന്ന് ഇറക്കും. എന്നിട്ട് പറയുന്നുണ്ട്, പൂക്കടയുടെ അടുത്ത് ഫ്രണ്ടിൽ വന്ന് നിന്നിട്ടാണ് പറയുന്നത്, അങ്ങനെ ഇടയ്ക്കൊക്കെ ഭാര്യ അനുസരിക്കുന്നത് നല്ലതാണ് എന്നിങ്ങനെ പറയുമ്പം ആ പൂക്കടക്കാരി അതിനെ സപ്പോർട്ട് ചെയ്യും. അത് നേരെ ശരിക്കും ഭാര്യേനെ കുറച്ചൊക്കെ അനുസരിക്കുന്നത് നല്ലതാണ് അയ്യപ്പന്മാരെന്ന് അവരും പറയുമ്പം അഭിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അഭി മനസ്സിലോർക്കുന്നുണ്ട്, ഓ ഇനിയിപ്പോൾ ഇവരുടെ ഇങ്ങനെ സപ്പോർട്ടിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. എന്നിട്ട് എത്രയും പൂ വേണ്ടെന്ന് ചോദിക്കുമ്പം പറയുന്നത് 5 മുഴം പൂ വേണമെന്നാട്ടോ പറയുന്നത്. എന്തെങ്കിലും അഭി ചോദിക്കും, 5 മുഴം അതെന്തിനാന്ന് ചോദിക്കുമ്പം അതേ കുറച്ചെന്നെ തല വയ്ക്കാനും ബാക്കി എൻ്റെ കഴുത്തിൽ കെട്ടി തൂക്കാനും ആണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് നവ്യ. അന്നേരം അവർ പറയുന്നുണ്ട്, അത് ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് അനിയത്തിയും ഭർത്താവും കൂടി, എന്നിട്ട് ഇഷ്ടം പോലെ പൂ മേടിക്കാറുമുണ്ട് എന്ന് പറയും. നേരം ദേഷ്യം വന്നിട്ട് അഭി ചോദിക്കും, ഇപ്പം ഇതിന് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 300 എന്ന് പറയും. 300 രൂപയോ? അപ്പോൾ ഒരു മുഴത്തിന് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 60. മോനെന്താ കണക്കറിയത്തില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടൻ ഇവിടെ വരുമ്പോൾ 300 രൂപയുടെ പൂ മേടിച്ചിട്ടുണ്ടെങ്കിൽ 500 രൂപ തരും, എന്നിട്ട് തിരിച്ച് ബാക്കി മേടിക്കാറുമില്ല എന്ന് പറയുവാണ്. അന്നേരം അഭി പറയുന്നുണ്ട്, അവൻ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, കാരണം അവന് കമ്പനിയിൽ നല്ല ജോലിയാണ്, ഞാൻ അവിടുത്തെ ഒരു കൂലിക്കാരൻ മാത്രം, അതുകൊണ്ട് എനിക്കത് പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ട് ബാക്കി തിരിച്ചു തരാൻ വേണ്ടി നിർബന്ധിക്കുവാണ്. എന്നിട്ട് അതും മേടിച്ച് വണ്ടി വന്നിരുന്ന് നവ്യ പറയും, തലയിൽ പൂ വെച്ച് തരാൻ പറയുമ്പോൾ അതും കഴിയല അഭിക്ക്. അന്നേരം പറയും, മര്യാദയ്ക്ക് നീ വെച്ച് തന്നോ, അതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോൾ വേറെ നിവൃത്തിയില്ലാണ്ട് വെച്ച് കൊടുക്കുക. അന്നേരം നവ്യ പറയുന്നുണ്ട്, വെച്ചത് ശരിയായില്ല, പൂ വാങ്ങാനും ചാടിപ്പോയിട്ടുണ്ടെങ്കിൽ നിന്നെക്കൊണ്ട് ഞാൻ ഇനിയും എടുപ്പിക്കും എന്ന് പറയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ മടി കാണിക്കുന്നത്, ആദർശേട്ടൻ എനിക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കുമല്ലോ എന്നിങ്ങനെ പറയും. അന്നേരം അഭി ചോദിക്കുന്നുണ്ട്, ഓ നീ അത് കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടു എന്ന് പറയും. അതൊക്കെ നോക്കി നടക്കലാണോ നിൻ്റെ പണിയെന്ന് ദേഷ്യപ്പെട്ട് തിരിച്ചു ചോദിക്കുവാണ്. അന്നേരം പറയും, ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് നല്ലതാ എന്ന് പറഞ്ഞ് നവ്യ അങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല. അന്നേരം ദേഷ്യം വന്നിട്ട് അഭി ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ആവട്ടെ, ഇനി നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയും, ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോട്ടെ എന്ന്. അന്നേരം അഭി ചോദിക്കുന്നുണ്ട്, വെജ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് തന്നെ പോരെ എന്ന്. അന്നേരം നവ്യ ചോദിക്കും, ഈ സമയത്ത് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോടാ, നീ മാലയിട്ടിരിക്കുമ്പം എനിക്ക് നോൺ വെജ് കഴിക്കണമെന്നും യാതൊരു ആഗ്രഹവും ഇല്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ മതി എന്ന് പറയുവാണ്. അങ്ങനെ അവർ വണ്ടിയെടുത്ത് പോകുന്നു. അഭിക്ക് ആകെ സങ്കടമാണ് നവ്യയും കൊണ്ട് ഇങ്ങനെ കറങ്ങുന്ന കാര്യം ഓർത്തിട്ട്. പിന്നെ കാണിക്കുന്നത് ഗോവിന്ദനെയാണ്. ഗോവിന്ദൻ പ്രതിമയുടെ ഓരോ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നയന അങ്ങോട്ട് വരും. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഞാൻ അച്ഛന് ചെയ്തു തരാട്ടോ എന്ന് പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, മോള് റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തോളാം ഡോക്ടർ പറഞ്ഞു എന്ന് പറയും. ഗോവിന്ദൻ പറയുന്നുണ്ട്, അതൊന്നും നടക്കുകയില്ല, മോൾക്ക് പൂർണ്ണ വിശ്രമം തരണം എന്നാണ് ആദർശ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട എന്ന് തന്നെ പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ട് ആദർശ് വരും. അന്നേരം ആദർശിന് ചായ എടുക്കാൻ പോവാട്ടോ കനക. അന്നേരം വേണ്ട അമ്മേ എന്ന് പറയും. അന്നേരം അവിടെ തന്നെ നിൽക്കുവാണ്. അന്നേരം പറയുവാണ്, അത് ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് എന്ന് പറയും. എന്നിട്ട് നയനയോടായിട്ട് പറയുന്നുണ്ട്, എടി നിനക്ക് തരാൻ വേണ്ടി അമ്മ എനിക്ക് ഒരു ചെക്ക് തന്ന് വിട്ടിട്ടുണ്ടെന്ന്. അത് കേൾക്കുന്നത് നയനയ്ക്ക് സങ്കടം. അപ്പോൾ നയന പറയും, ഓ ഞാൻ ആ അമ്മയെ സഹായിച്ചെന്ന് പറഞ്ഞു അമ്മയോട്, അതുകൊണ്ടാണോ അമ്മ എനിക്ക് പൈസ തന്ന് വിട്ടത് എന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയും, ഏയ് അങ്ങനെയൊന്നുമില്ല, അമ്മ അത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പം, ആരെങ്കിലും പറഞ്ഞു കാണുമോ ആദർശേട്ടാ, ഇതിപ്പം നിങ്ങൾ പറയണമെന്നില്ലല്ലോ എന്നിങ്ങനെ നന്ദുവും പറയുന്നുണ്ട്. അന്നേരം ആദർശ് പറയും, ഇല്ലെന്നേ, അമ്മയ്ക്ക് അതൊന്നും അറിയത്തില്ല, അമ്മയെ സഹായിച്ച പെൺകുട്ടിക്ക് കൊടുക്കണമെന്ന് മാത്രമേ അമ്മ പറഞ്ഞോളൂ, അത് നീ ആയതുകൊണ്ട് ഞാനിങ്ങ് കൊണ്ടുവന്നേ ഉള്ളൂ എന്ന് പറയും. അന്നേരം അവരെല്ലാവരും പറയും വേണ്ടാന്ന് കേട്ടോ. നയനെ പ്രത്യേകിച്ച് പറയും, എനിക്ക് പൈസ വേണ്ട, ഞാൻ പൈസയ്ക്ക് വേണ്ടിയല്ല സഹായിച്ചത്, അതുകൊണ്ട് എനിക്കിത് വേണ്ടാന്ന് തന്നെ പറയും. കുറേ തവണ ആദർശ് നിർബന്ധിക്കുന്നുണ്ട്, ഗോവിന്ദനോട് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയും, വേണ്ട മോനെ, ഈ വീട് ഞങ്ങളുടെ പേരിൽ വാങ്ങിച്ചു തരാൻ പോവാണ് എന്ന് മോള് പറഞ്ഞു, അത് തന്നെ എനിക്കൊരു വിഷമമുള്ള കാര്യമാണ്, അതിൻ്റെ കൂടെ പൈസയും കൂടി വേണ്ട എന്ന് തന്നെ പറയും. കനകയോട് പറയുമ്പോഴും കനകയും ഇത് തന്നെ പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, പിന്നെ അമ്മ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിവിടെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ, ഇനിയിപ്പം ഇത് നിങ്ങൾ മേടിച്ചില്ല എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ആകെ ബുദ്ധിമുട്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നയന സമ്മതിക്കുന്നില്ല. നയന പറയുന്നുണ്ട്, ഞാൻ ഈ പണത്തിന് വേണ്ടിയല്ല അമ്മയെ സഹായിച്ചത്, ഈ പണത്തേക്കാൾ 1000 കോടി മൂല്യമുണ്ട് അമ്മയുടെ സ്നേഹത്തിന്, അതിനു വേണ്ടിയാണ് ഞാൻ അമ്മയെ സഹായിച്ചത്, അത് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് കിട്ടാനാണല്ലോ പാട് എന്ന്. എന്നിട്ട് പറയും, ഇതിപ്പം തിരിച്ച് അമ്മയുടെ കൊണ്ട് കൊടുത്താൽ ശരിയാകില്ല, അതുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നെ വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവാണ്. ആദർശ് അങ്ങ് പോയി കഴിയുമ്പം കനക പറയുന്നുണ്ട്, കുറേ നാളുകൾക്ക് മുമ്പ് വീടിന് ജപ്തി വന്നപ്പം 50 ലക്ഷം പോയിട്ട് ഒരു 5 ലക്ഷം പോലും എടുക്കാനില്ലാതിരുന്ന അവസ്ഥയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്തോ പൈസയോടുള്ള ആർത്തിയൊക്കെ മാറി എന്നിങ്ങനെ പറയുന്നുണ്ട് കനക.
പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയെ തന്നെയാണ്. അനാമികയെ ഒന്ന് പയ്യെ ഒന്ന് ഇളക്കി വിടാൻ വേണ്ടി ഒരു ഗ്ലാസ് ജ്യൂസ് കേട്ട് ജലജ അടുത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയും, ഓ എന്നാലും എൻ്റെ മോളുടെ കാര്യം കഷ്ടമാട്ടോ, മോൾ ഒരു സിനിമയ്ക്ക് പോലും കൊണ്ടുപോകുന്നില്ലല്ലോ ആനി, മോള് മടുത്ത് കാണൂലേ, ശരിക്കും മോളെ അവന് കിട്ടാൻ യോഗ്യതയില്ല, മോളെ കാണാൻ എന്ത് സുന്ദരിയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തകർക്കുവാണ്. അന്നേരം അത് കേൾക്കുന്ന അനാമികയ്ക്ക് ഭയങ്കര സന്തോഷം. ഇങ്ങനെ പറഞ്ഞ് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അബിയും നവ്യയും കൂടെ കയറി വരുന്നത്. അവരുടെ കയ്യിൽ പർച്ചേസ് ചെയ്ത 2-3 കവറൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരം ജലജ ചോദിക്കുന്നുണ്ട്, എപ്പോൾ പോയതാടാ ഇവളെയും കൊണ്ട്, ഇത്ര സമയം എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, എന്നിട്ടും എല്ലായിടത്തും കയറാൻ പറ്റിയില്ല, കുറേ ഷോപ്പിംഗ് നടത്തി, ഫുഡ് കഴിച്ചു, സിനിമ കണ്ടു, കുറേ നേരം ഞങ്ങൾ പാർക്കിലൊക്കെ പോയി കറങ്ങി നടന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുവാണ്. അത് കേൾക്കുന്ന അനാമികയ്ക്ക് അങ്ങ് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നുണ്ട്. അന്നേരം ജലജ ചോദിക്കുന്നുണ്ട് അബിയോട്, നിനക്ക് എന്താടാ പറ്റിയത് എന്ന്. അന്നേരം അബി ഇങ്ങനെ വിഷമിച്ച് പറയും, ശബരിമല പോയിട്ട് വന്നിടം വരെ ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ അമ്മ, മകരം വരെ ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്ന് പറയും. അന്നേരം അനാമിക ചോദിക്കുക, മകരം കഴിഞ്ഞിട്ടോ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം ദേഷ്യം വന്നിട്ട് ജലജ പറയുന്നുണ്ട്, മകരം കഴിഞ്ഞ് കുംഭം, അല്ലാണ്ട് ഇതിനകത്ത് തന്നെ വലിയ മാറ്റം വരാനിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കും. അന്നേരം അനാമികയ്ക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അബിയോട് ചോദിക്കുക, എന്താ അബിയേട്ടാ അബിയേട്ടന് പറ്റിയത് എന്ന്. അന്നേരം ദേഷ്യം വന്നിട്ട് നവ്യ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അതെ നീ അതെൻ്റെ കെട്ടിയവനോടല്ല ചോദിക്കേണ്ടത്, നിൻ്റെ കെട്ടിയവനോടാ. അവൻ നിന്നെ ഒന്ന് പുറത്ത് പോലും കൊണ്ടുപോകുന്നില്ലല്ലോ, അതെങ്ങനെയാണ്, അവൻ്റെ കൂടെ കൊണ്ടുപോകാനുള്ള യോഗ്യത നിനക്കില്ല, നിന്നെ കാണാൻ കൊള്ളാവോ, അബിക്ക് പിന്നെ എന്നെ കൂടെ കൊണ്ടുപോകുമ്പം അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറയും. അന്തേക്കും ദേഷ്യം അനാമികയ്ക്ക്, അയ്യടി എന്നെ കാണാൻ കൊള്ളില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്, നിന്നെ കാണാൻ കൊള്ളാമെന്ന് നിന്നോട് ആരെല്ലാം പറഞ്ഞായിരുന്നു, ഇല്ലല്ലോ അബിയേട്ടൻ പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അന്നേരം പറ അബി, എന്നെ കൂടെ കൊണ്ടുപോകാൻ കൊള്ളിയല്ലേ, അബി തന്നെ അങ്ങ് പറഞ്ഞു കൊടുക്കുക എന്ന് പറയും. അന്നേരം വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ട് അബി പറയും, ഏയ് നീ സുന്ദരിയല്ലേ, അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അന്നേരം കേട്ടല്ലോ, ഇനി നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് നവ്യ. അന്നേരം പുറകെ അബിയും പോവും. അന്നേരം ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അനാമിക ജലജയോട് ചോദിക്കുന്നുണ്ട്, അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവളെ കാരണം തീർത്തോർണം കൊടുക്കാൻ മേലായിരുന്നു അപ്പച്ചിക്ക്, അപ്പച്ചിയല്ലേ നേരത്തെ പറഞ്ഞത് ഞാൻ സുന്ദരിയാന്ന്, എന്നിട്ട് അവൾ പറഞ്ഞത് കേട്ടോ എന്ന് ചോദിക്കും. അന്നേരം ജലജ പറയുന്നുണ്ട്, അയ്യോ ഞാൻ അങ്ങോട്ട് തല്ലാനൊന്നും ഇല്ലേ, എനിക്ക് പേടിയാണ്, അവൾ ചിലപ്പോൾ തിരിച്ച് തല്ലിയിട്ടുണ്ടെങ്കിൽ ഞാനത് കൊള്ളേണ്ട വരുമെന്ന് പറയുമ്പോഴത്തേക്കും അനാമിക പറയുന്നുണ്ട്, ഓ അമ്മയും കണക്കാ മോനും കണക്കാ, പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അനാമികയും ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക. അവിടുന്ന് പോകുന്ന അനാമിക നേരെ ചെല്ലുന്നത് അനിയുടെ അടുത്തോട്ടാണ്. എന്നിട്ട് അനിയുടെ അടുത്ത് പോയി പറയുന്നുണ്ട്, ഓ അവൻ ഈ എഴുത്തും ഈ ഇരിപ്പും തന്നെയാണ് നിൻ്റെ ഈ വീട്ടിലെ ഏറ്റവും വലിയ നെഗറ്റീവ് ക്യാരക്ടർ നിൻ്റെ ഏട്ടനാണെന്ന് നീ ഇടയ്ക്ക് പറയാറുണ്ട്, എന്നിട്ട് ആ ഏട്ടൻ പോലും ഭാര്യയെ സ്നേഹിച്ചു തുടങ്ങി, എന്നിട്ടും നിനക്ക് എന്നെ കൂട്ടിയൊന്ന് പുറത്ത് പോകാനോ സിനിമയ്ക്ക് പോകാനോ ഒന്നും തോന്നുന്നില്ലല്ലോ എന്ന് ചോദിക്കും. അന്നേരം അനി പറയുന്നുണ്ട്, അതിനിപ്പോഴത്തെ സിനിമയൊന്നും കാണാൻ വലിയ കൊള്ളുന്നൊന്നുമില്ല, അതുകൊണ്ടാണ് കൊണ്ടാകാത്തത് എന്ന് പറയും. അന്നേരം ഓ എല്ലാത്തിനും നിനക്കൊരു ന്യായം ഉണ്ടല്ലോ, ഞാൻ മടുത്തു നിൻ്റെ കൂടെയുള്ള ജീവിതം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കേട്ടോണ്ട് ദേവേനി അങ്ങോട്ട് വരുന്നത്. അന്നേരം ദേവേനിക്ക്, എന്താ പിള്ളേരെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം അനാമിക പറയുന്നുണ്ട്, കണ്ടോ എനിക്ക് ഇവൻ്റെ കൂടെ ജീവിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ഇപ്പം സങ്കടമാണ്, ഇവന് എന്നോട് യാതൊരു സ്നേഹവും ഇല്ല, ആ അഭിയേട്ടൻ പോലും നവ്യേച്ചെ സ്നേഹിച്ചു തുടങ്ങി, അതുപോലെ ആദർശേട്ടനാണെങ്കിൽ എപ്പോഴും നയനേടത്തിയുടെ പുറകെയാണ്, ഇവൻ മാത്രം എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ മടുത്തു ഈ ജീവിതം, ഇനി എത്ര കാലം ഇങ്ങനെ ജീവിക്കാനാ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അങ്ങോട്ട് പോകുന്നതേക്കും ദേവേനി ചോദിക്കുന്നുണ്ട്, എന്തിനാ മോനെ എപ്പോഴും അവളെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്, അവളെ ഇങ്ങനെ കരയിക്കുന്നത് എന്തിനാ എന്ന് ചോദിക്കും. അന്നേരം അനി പറയുന്നുണ്ട്, അതിലേറെ ഞാൻ കരയുന്നുണ്ട്, അതൊന്നും നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ എന്ന് പറയും. അന്നേരം ദേവേനി ചോദിക്കും, മോൻ അത്രയ്ക്കും മടുത്തോ അനാമിക മോളെ, അവൾ എന്ത് ചെയ്തിട്ടാ എന്ന് ചോദിക്കും. അന്നേരം അനി പറയുന്നുണ്ട്, ഈ വീട്ടിലേക്ക് യോഗ്യതയുള്ള ഒരേ ഒരു മരുമകളെ വന്നിട്ടുള്ളൂ, അതെൻ്റെ നയനേടത്തി മാത്രമാണെന്ന് പറയുമ്പം അവളുടെ കാര്യം എന്തിനാ ഇതിൻ്റെ അകത്തേക്ക് പിടിച്ചിടുന്നത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, ഏട്ടത്തി ചെയ്ത നന്മകൾ എന്താണെന്ന് വല്യമ്മയ്ക്ക് അറിയത്തില്ല, ആ നന്മകളൊന്ന് കൂട്ടി വെച്ച് വായിച്ചു നോക്കുക, എങ്കിലേ ഏട്ടത്തി ആരാണ് എന്ന് വല്യമ്മയ്ക്ക് മനസ്സിലാവുമോ, അല്ലാത്തടത്തോളം കാലം മനസ്സിലാകില്ല എന്ന് പറയും. അന്നേരം അവൾ എന്ത് ചെയ്തു എന്നാണ് നീ പറയുന്നതെന്ന് ചോദിക്കുമ്പം അതൊന്നും വല്യമ്മയ്ക്ക് അറിയത്തില്ല എന്ന് പറയുവാണ്. അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട്, അങ്ങനെ അറിയത്തില്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നീ അത് വാ തുറന്ന് എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തരണം, അല്ലാതെ നിങ്ങളാരും എന്നോട് പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, പറയടാ അവൾ എന്ത് നന്മയാണ് ചെയ്തത് എന്നോട് പറ എന്ന് പറയുവാണ്. അന്നേരം അനി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണ്. അന്നേരം ദേവേന പറയുന്നുണ്ട്, ഇതിപ്പം അനാമിക മോള് പറഞ്ഞത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, നിൻ്റെ മനസ്സിൽ നിറച്ച ആ പെണ്ണാണ് നന്ദു, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം, ഇനി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ എന്തെങ്കിലും പ്ലാൻ നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നടക്കുകയില്ല, പിന്നെ നിനക്ക് ഒരു വല്യമ്മ ഇല്ല എന്ന് തന്നെ നീ കരുതേണ്ടി വരും, ഞാൻ ജീവനോട് ഇരിക്കുമ്പം അതൊന്നും നടക്കില്ല എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, വല്യമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ, ആദർശേട്ടനും നയനേടത്തെയും വിവാഹം
വിവാഹം കഴിഞ്ഞ സമയത്ത് അവർ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. അതിനുശേഷം ആണ് കാര്യങ്ങളെല്ലാം മനസ്സിലായതിന് ശേഷമാണ് ആദർശേട്ടൻ നയനയെടുത്ത് ആരാധിക്കാൻ തുടങ്ങിയത് എന്ന് പറയുമ്പം ദേവയാനി ചോദിക്കുന്നുണ്ട്, ഓ അവനിപ്പോൾ അവളോട് ആരാധനയും തുടങ്ങിയോ എന്ന്. അന്നേരം അനു പറയും, ഏട്ടന് മാത്രമല്ല എനിക്കും ആരാധനയുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട്, എന്നെ സഹായിച്ച ഒരു പെൺകുട്ടിയുണ്ട്, അവൾ പൈസ പോലും നോക്കാതെ ചെറുപ്രായത്തിൽ ശരീരം കീറി മുറിയുമ്പോൾ വേദന എടുക്കുമെന്നോ എന്നൊന്നും കരുതാതെ എന്നെ സഹായിച്ച ഒരു പെൺകുട്ടി അതുപോലെയുള്ള ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ള പെൺകുട്ടികളെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്, അല്ലാതെ നിൻ്റെ ഏട്ടത്തെ പോലെ ഉള്ളവളെ അല്ല എന്നിങ്ങനെ പറയുമ്പം എന്തോ പറയാനായിട്ടൊക്കെ തുടങ്ങി ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ അനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.